ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോക്സിന് വയ്ക്കുന്ന സെപ്പറേറ്റ് വയ്ക്കുന്ന ഒരു പ്രൊഡക്ട്സാണ്. ആ പ്രൊഡക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ട ഈ ബോക്സ് നമ്മൾ പിടിപ്പിച്ചതിന് ശേഷം തേപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പരിക്കൻ കയറി നീറ്റാവാതെ, അതായത് വൃത്തികേടായിട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. മൊത്തം പരിക്കനൊക്കെ കയറി പിന്നീട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ശരിയാവാറില്ല. അതിനൊരു പരിഹാരമായിട്ടാണ് ഒരു സെപ്പറേറ്റ് പ്രൊഡക്ട്സാണ്. ഇതിൻ്റെ ക്യാപ്പ് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ ക്യാപ്പ് നമുക്ക് ഇതുപോലെ നമുക്ക് 6 മോഡ്യൂൾ, 8 മോഡ്യൂൾ, 4 മോഡ്യൂൾ, 12 മോഡ്യൂൾ, അങ്ങനെ എത്ര മോഡ്യൂൾസിൻ്റെ വേണമെങ്കിൽ നമുക്ക് ക്യാപ്പ് റെഡിയാണ്. അപ്പോൾ ഈ ക്യാപ്പ് നമ്മൾ ഇട്ട് വെച്ചതിന് ശേഷം തേപ്പ് കാര്യങ്ങൾ ഇതേപോലെ നമുക്ക് സ്ക്രൂവിൽ, അതായത് ആ സ്ക്രൂവിൽ നമ്മൾ സാധാരണ പുറത്തെ ബോക്സിൻ്റെ ആ പ്ലേറ്റിൽ പിടിപ്പിക്കുന്ന പോലെ തന്നെ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തേപ്പ് കറക്റ്റായിട്ട് തേപ്പുവാനും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കണ്ട ആ ബോക്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബോക്സിൻ്റെ ഫ്രണ്ടിലെ ക്യാപ്പ് അഴിച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ക്രൂ ഐറ്റം അഴിച്ച് മാറ്റിയാൽ മതി. അതിനുശേഷം അപ്പോൾ ഈ പറയുന്ന പ്ലേറ്റിൻ്റെ നമ്മുടെ ഈ ബോക്സിൻ്റെ അകത്ത് ഒരു തരി പോലും പരിക്കനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. വളരെ നീറ്റായിട്ടിരിക്കും. ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നാണ് ഈ പരിക്കൻ കാര്യങ്ങളെല്ലാം തന്നെ തേക്കുന്ന സമയത്ത്, പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. ചില ബോക്സുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്താൽ പോലും ചിലത് പോകാറില്ല. പിന്നെ ചിലപ്പോൾ എന്ത് സംഭവിക്കും, മെറ്റൽ ബോക്സ് ആണെങ്കിൽ പതുക്കെ ഈ പരിക്കരിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പതുക്കെ തൊട്ട് ചിലപ്പോൾ 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വീട് ഫിനിഷ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പരിക്കനി ഇരുന്നിട്ട് അവസാനം നമ്മൾ ക്ലീൻ ചെയ്യാൻ ചെല്ലുന്ന പതുക്കെ ആ ബോക്സിൻ്റെ ആ ബാക്കിൽ നിന്ന് ആ പരിക്കരിയിരുന്ന സ്ഥലത്ത് നിന്ന് തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇതെല്ലാം മാർഗ്ഗം ഇതിപ്പോൾ ഈ ക്യാപ്പ് നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതാണ് ആ മോഡൽസ് വരുന്നത്. ഇത് 4 മോഡ്യൂൾസിൻ്റെ, 6 മോഡ്യൂളുണ്ട്, 8 മോഡ്യൂളുണ്ട്, അങ്ങനെ പല ടൈപ്പ്. ഇത് 4 മോഡ്യൂൾസാണ്. അതായത് നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. 12 മോഡ്യൂൾ, 18 മോഡ്യൂൾ, അങ്ങനെ പല ടൈപ്പുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് PVC മെറ്റീരിയൽസ് പോലത്തെ മെറ്റീരിയൽ തന്നെയാണ്. അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സെപ്പറേറ്റ് ഈ പറയുന്ന സെയിം ബോക്സ് ഏതാണോ ആ ബോക്സിലേക്ക് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിപ്പോൾ കണ്ടോ 18 മോഡ്യൂളിൻ്റെ 8 മോഡ്യൂളിൻ്റെയാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. 18 മോഡ്യൂളിൻ്റെയൊക്കെ ബോക്സ് വളരെ നീറ്റായിട്ടായിരിക്കുന്നത് കണ്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ പേപ്പറോ അല്ലെങ്കിൽ ബാസ്പോർട്ടിൻ്റെ പീസുകളോ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കണം, പരിക്കനാവാത്ത രീതിയിൽ. ഇത് കറക്റ്റായിട്ട് ഈ ഒരു ക്യാപ്പ് എന്ന രീതിയിൽ തന്നെ ഇരിക്കും. പിന്നീട് നമ്മൾ ഷീറ്റ് പിടിപ്പിക്കുന്ന സമയത്ത് അഴിച്ചു മാറ്റി ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ട്, പ്രൊഡക്ട്സിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അറിയിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് നമുക്ക് ഇടുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അതായത് ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.